ഒരു സമവായ കാൻഡിഡേറ്റ് എന്ന നിലയിൽ തൻ്റെ പേര് കടന്നു വരും എന്ന് രമേശ് ചെന്നിത്തലയും അദ്ദേഹത്തിനൊപ്പമുള്ളവരും വിശ്വസിക്കുന്നുണ്ട്. ഏതായാലും കാത്തിരുന്ന് കാണണം എന്താണ് സംഭവിക്കുക എന്നുള്ളത്. വി അരുൺ കൂടി തിരുവനന്തപുരത്ത് നിന്ന് വിവരങ്ങളുമായി ചെയ്യും. അവരുടെ എന്തായാലും ആരുടെ പേര് വന്നാലും കോൺഗ്രസിലെ തർക്കങ്ങൾ അവസാനിക്കില്ല, സംശയമില്ല. പിന്നീട് കൂടുതൽ ഡിമാൻഡുകളാകും. ഇപ്പോൾ തഴയപ്പെടുന്ന ആളുകളുടെ ഭാഗത്ത് നിന്ന് കൂടുതൽ അവരുടെ നോമിനികളെ മന്ത്രിസ്ഥാനത്തേക്ക് എത്തിക്കണം. കോർപ്പറേഷൻ ബോർഡ് സ്ഥാനങ്ങളിൽ പ്രശ്നങ്ങൾ ഉണ്ടാകും. അങ്ങനെ എന്തായാലും കോൺഗ്രസിലെ ഇതുവരെ ഈ 11 ദിവസം നടക്കുന്ന തർക്കത്തിൽ നിന്ന് ഒരയവും ഉണ്ടാകാനുള്ള സാധ്യതയില്ല. പക്ഷേ ഹൈക്കമാൻഡിന് ഒരു തീരുമാനത്തിലേക്ക് എത്തിയേ പറ്റൂ. ഇപ്പോൾ തിരുവനന്തപുരത്തേക്ക് MLA-മാരും നേതാക്കളും ഒക്കെ എത്തിക്കൊണ്ടിരിക്കുകയാണല്ലോ. ഇന്ന് 1 മണിക്കാണ് യോഗം വിളിച്ചിരിക്കുന്നത്. എന്താണ് ഏറ്റവും ഒടുവിൽ തലസ്ഥാനത്തെ ലഭിക്കുന്ന ഒരു സൂചന? ആരുടെ പേരിനാണ് പ്രാമുഖ്യമെന്നാണ് അരുണിൻ്റെ ഇത്തരം ഒരു മാധ്യമരംഗത്തെ പരിചയത്തിൽ നിന്നൊക്കെ നമുക്ക് ഇപ്പോൾ ഒന്ന് വ്യക്തമാക്കിയെടുക്കാൻ സാധിക്കുന്നത്? കോൺഗ്രസിൻ്റെ ഒരു പതിവ് തെറ്റിച്ചുള്ള കാര്യങ്ങളൊക്കെയാണല്ലോ സംഭവിച്ചത്. രഞ്ജിത്ത്, തീർത്തും അപ്രവചനീയവും പിരിമുറുക്കവും നിറഞ്ഞ അന്തരീക്ഷം തന്നെയാണ് കോൺഗ്രസ് ക്യാമ്പുകളിലുള്ളത്. 3 ക്യാമ്പും ഒരുപോലെ വിശ്വസിക്കുന്നു. അതിൽ ഒരുപക്ഷെ രമേശ് ചെന്നിത്തല ഒരു പ്രതീക്ഷ കൈവിട്ട സാഹചര്യത്തിലാണ് ഇന്നലെയൊക്കെ ഉണ്ടായിരുന്നതാണ് അദ്ദേഹം അടുത്ത കേന്ദ്രങ്ങളിൽ പറഞ്ഞത്. പക്ഷേ VD സതീശൻ അനുകൂലികളും അദ്ദേഹത്തിന്റെ ക്യാമ്പും അതുപോലെ തന്നെ KC വേണുഗോപാൽ ക്യാമ്പും വലിയ പ്രതീക്ഷയിലാണ്. ഇന്നലെ വൈകുന്നേരം നമ്മൾ KPC ആസ്ഥാനത്ത് കണ്ട കാഴ്ച വലിയ രീതിയിലുള്ള പ്രവർത്തകരുടെ ഒരു തിരക്ക് അവിടെ ഉണ്ടായിരുന്നു. പക്ഷേ കഴിഞ്ഞ ശനിയാഴ്ച നമ്മൾ അവിടെ കണ്ടതുപോലുള്ള ഒരു ടീം ആയിരുന്നില്ല അവിടെ ഉണ്ടായിരുന്നത്. ശനിയാഴ്ച പൂർണ്ണമായും ഒരു 100 പേരുണ്ടായിരുന്നുവെങ്കിൽ 90 പേരും 95 പേരും KC വേണുഗോപാലിന്റെ ഏറ്റവും അടുത്ത അനുയായികളാണ്. കേരളത്തിലെ സംഘടനാ ജനറൽ സെക്രട്ടറി നെയ്യാറ്റിൻകര സ്ഥാനിൽ ഉൾപ്പെടെയുള്ള KC അനുകൂലികൾ മുൻനിരയിലിരുന്ന KC വേണുഗോപാലിനെ മുഖ്യമന്ത്രിയായി പ്രഖ്യാപിക്കുന്നത് കാണാൻ കഴിഞ്ഞ ശനിയാഴ്ച അവിടെ കാത്തിരുന്നു. 6 മണി മുതൽ 7-7:30 വരെ അവർ അങ്ങനെ ഇരുന്നു. പക്ഷേ അന്നതുണ്ടായില്ല. പ്രഖ്യാപനം പിന്നീടത്തേക്ക് മാറ്റിയെന്ന് ACC നിരീക്ഷകരടക്കം പുറത്തു വന്ന മാധ്യമങ്ങളോട് പറഞ്ഞിരുന്നു. അതിനുശേഷം ഇന്നലെ വൈകുന്നേരത്തോടുകൂടി പ്രഖ്യാപനം ഉണ്ടാകുമെന്ന ഉറപ്പ്, രാവിലെ പ്രഖ്യാപനമെന്ന് ആദ്യം പറഞ്ഞു. പക്ഷേ പിന്നീട് വൈകുന്നേരത്തേക്ക് മാറിയ ഒരു സാഹചര്യമുണ്ടായി. അവിടെ സംഭവിച്ചത് ആളുകൾ കൂട്ടത്തോടെ വന്നുവെങ്കിലും അവിടെ ഏറിയ ആ പങ്കും VD സതീശനെ അനുകൂലിക്കുന്നവരായിരുന്നു. അല്ലെങ്കിൽ ഹൈക്കമാൻഡ് എന്ത് തീരുമാനവും അറിയിക്കട്ടെ, ഞങ്ങൾ അതിനൊപ്പം നിൽക്കുമെന്ന് പറഞ്ഞവരായിരുന്നു. എന്നാൽ അതിനുശേഷം ഈ പ്രഖ്യാപനം നാളേക്ക് മാറ്റിയെന്ന് ഡൽഹിയിൽ ACC ആസ്ഥാനത്ത് ജയറാം രമേശ് മാധ്യമങ്ങളെ കണ്ട് പറഞ്ഞതിന് ശേഷമാണ് KC അനുകൂലികളായ നേരത്തെ സൂചിപ്പിച്ച നെയ്യാറ്റിൻകര സനലും മണ്ണക്കാട് സുരേഷും അടക്കമുള്ള ഒരു വലിയ സംഘം KPC ആസ്ഥാനത്തേക്ക് തിരിച്ചെത്തിയത്. അപ്പോൾ സ്വാഭാവികമായി ഇവിടെ VD സതീശന്റെ പേരാണോ വരാൻ പോകുന്ന തരത്തിലുള്ള ഒരു സൂചനകൾ, അഭ്യൂഹങ്ങൾ അവിടെ പരന്നു. എന്നാൽ